നമസ്കാരം, ഋഷിപ്രോക്തം ചാനലിലെ ഇന്നത്തെ വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. തുളസിപ്പൂവിന്റെ പവിത്രതയും ധ്യാന ഗുണവും അത് ചൂടുന്നവർ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത്. നിങ്ങൾ ഒരുപക്ഷെ ശ്രദ്ധിക്കപ്പെടാതെ പോയ അറിവായിരിക്കാം. അതുകൊണ്ട് തന്നെ വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. തുളസിപ്പൂവിന്റെ വിജ്ഞാന പാതയിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ആശംസിക്കുന്നു. ശാന്തമായ ഹിമാലയ പർവ്വതങ്ങളുടെ മൗനത്തിൽ നമുക്ക് ചിന്തിക്കാം. സദാ നിത്യമായിട്ടുള്ള ധർമ്മത്തിന്റെ പാതയിൽ ഹൃദയത്തിലെ സത്യശാന്തിയെ കണ്ട് പകർത്തുന്ന യാത്രയാണ് ഇപ്പോൾ നാം തുടങ്ങാൻ പോകുന്നത്. തുളസിപ്പൂവിന്റെ മൃദുവായ സ്പർശവും ധ്യാനത്തിന്റെ സാന്നിധ്യത്തോടൊപ്പം നമ്മെ ആത്മീയ ശുദ്ധതയിലേക്ക് നയിക്കുന്നു. തുളസി ഒരു സവിശേഷ ശുദ്ധിയും ശക്തിയുമുള്ള പുഷ്പമാണ്. ദേവീദേവന്മാരുടെ അനുഗ്രഹത്തെ വിളിച്ചോതുന്ന പുഷ്പമാണ്. തുളസി ചൂടുന്നതിലെ പ്രത്യേകതകളും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളിലേക്കും നമുക്ക് കടക്കാം. ഭഗവാന്റെ പാദങ്ങളിൽ ഭക്തിയോടെ സേവനം അനുഷ്ഠിക്കുന്ന ഒരു പുഷ്പത്തിന്റെ ചരിതം സമസ്ത കർമ്മഫലങ്ങളെയും നീക്കുന്നു. തുളസിപ്പൂ കൊണ്ട് പൂജിക്കുമ്പോൾ, തുളസി ചൂടുമ്പോൾ ഇതേ അനുഭവം നമുക്കും ലഭിക്കുന്നു. ഹൃദയത്തിന്റെ ശുദ്ധിയും ആത്മാവിന്റെ ദൃഢതയും നമുക്ക് കൈവരിക്കാൻ സാധിക്കുന്നു. തുളസിപ്പൂവിന്റെ നിസ്സംഗ മാധുര്യം പാദത്തിൽ വെച്ചാൽ ഗുണമിരട്ടി, നന്നായി തളിച്ചാൽ നനച്ചാൽ ഭക്തിയുടെ വെളിച്ചം ഹൃദയത്തിൽ ചേരും. നാമെല്ലാം തുളസി ചൂടാറുണ്ട്. ക്ഷേത്രത്തിൽ നിന്ന് പ്രസാദത്തോടൊപ്പം ലഭിക്കുന്ന തുളസി നമ്മുടെ ചെവിയിലോ മുടിയിലോ ചൂടുന്നത് കൊണ്ട് നല്ല ഗുണഫലങ്ങൾ ലഭിക്കുന്നതാണ്. എന്നാൽ ക്ഷേത്രത്തിൽ പോകാത്ത അവസരങ്ങളിലൊക്കെ പലരും തുളസി അവരവരുടെ തൊടിയിൽ നിന്ന് പറിച്ച് ചൂടുന്നതും കണ്ടിട്ടുണ്ട്. അങ്ങനെ തുളസി പറിച്ച് ചൂടുന്നവർക്ക് അറിയേണ്ട ഒരു വിഷയത്തെയാണ് ഇന്നത്തെ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത്. ക്ഷേത്രത്തിൽ നിന്ന് കിട്ടുന്ന പ്രസാദത്തിൽ തുളസി പുഷ്പം ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ശിരസിലോ ചെവിപ്പുറകിലോ ധൈര്യമായിട്ട് ചൂടാം. അത് നിങ്ങൾക്ക് ആ ഈശ്വരീയ ചൈതന്യത്തെ ലഭിക്കുന്നതിന് സഹായകരമാകും. എന്നാൽ നമ്മുടെ തൊടിയിൽ നിന്ന് ക്ഷേത്രത്തിൽ പോകാത്ത അവസരങ്ങളിൽ തുളസി പറിച്ച് ചൂടുമ്പോൾ അറിയേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ് ഇന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ തുളസി പുഷ്പം ഭഗവാന് നൽകുവാനായിട്ട് ക്ഷേത്രത്തിലേക്ക് പോകുമ്പോൾ നാം പറിച്ചുകൊണ്ട് പോകാറുമുണ്ട്. അപ്പോഴും ഈ കാര്യങ്ങൾ മനസ്സിൽ ഉണ്ടാകണം എന്നർത്ഥം. അതായത് തുളസി പറിക്കുമ്പോൾ ഈ ശ്ലോകത്തെ മനസ്സിൽ ഓർക്കുക. തുളസിപ്പൂ പറിക്കുമ്പോൾ നനച്ചു പറിക്കണം, തളിച്ചു വയ്ക്കണം, പൂജിച്ച് ചൂടണം. ഇങ്ങനെ 3 കാര്യങ്ങൾ നമ്മുടെ പൂർവികർ പറഞ്ഞിട്ടുണ്ട്. അതായത് തുളസി പറിക്കുന്നതിന് മുമ്പ് നനച്ചു പറിക്കണം, പൂവിനെ തഴുകാതെ തുളസിയുടെ കടയ്ക്കൽ വെള്ളമൊഴിച്ചിട്ട് വേണം തുളസിപ്പൂ പറിക്കാൻ. വെള്ളമൊഴിക്കാതെ ഒരിക്കലും തുളസിയുടെ പൂ പറിക്കാൻ പാടില്ല, തുളസി ദളങ്ങൾ പറിക്കാൻ പാടില്ല. രണ്ടാമത് തളിച്ചു വെക്കൽ എന്നുള്ളതാണ്. തുളസി പറിച്ചതിന് ശേഷം അല്പം വെള്ളം കയ്യിലെടുത്തത് അതിൽ ആ ജലത്തെ തളിച്ചതിന് ശേഷം മാത്രമേ അത് ഉപയോഗിക്കാവൂ. അത് ക്ഷേത്രത്തിലേക്ക് കൊടുക്കാനായാലും നമ്മുടെ പൂജാമുറിയിലേക്ക് എടുക്കാനായാലും വെള്ളം തളിച്ചതിന് ശേഷം മാത്രമേ ഉപയോഗിക്കാവുള്ളൂ. ഇനി ക്ഷേത്രത്തിലേക്കാണ് സമർപ്പിക്കാൻ പോകുന്നത് എങ്കിൽ നിങ്ങൾക്ക് അതേപോലെ തന്നെ കൊണ്ടുപോയി സമർപ്പിക്കാം. അതായത് ജലം തുളസി വൃക്ഷത്തിന്റെ കടയ്ക്കൽ തളിച്ചതിന് ശേഷം തുളസി പറിച്ചെടുക്കുക. അതിനുശേഷം അല്പം ജലം കയ്യിലെടുത്ത് തുളസി ഭഗവതിയെ ധ്യാനിച്ചുകൊണ്ട്, ശുദ്ധത മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് തുളസിക്ക് ജലം തളിക്കുക. അതിനുശേഷം ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോയി അത് ക്ഷേത്രത്തിൽ സമർപ്പിക്കാം. ഇനി അത് ചൂടാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ, ക്ഷേത്രത്തിലേക്ക് പോകാനുള്ള അവസരമല്ല, നമുക്ക് തുളസിപ്പൂ ചൂടണം, അതിന്റെ പ്രാധാന്യത്തെ നമുക്കറിയാം. അങ്ങനെയുണ്ടെങ്കിൽ അതൊരിക്കലും അവിടെ നിന്ന് പറിച്ചിട്ട് വെള്ളം തളിച്ചിട്ട് ശിരസിലേക്കോ അല്ലെങ്കിൽ ചെവിയിലേക്കോ ചൂടാൻ പാടില്ല. അവിടെയാണ് മൂന്നാമത്തെ കാര്യം ഓർത്തിരിക്കേണ്ടത്. പൂജിച്ച് ചൂടണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആചാര്യൻ പറഞ്ഞിട്ടുള്ളത് പൂജിച്ച് ചൂടണം എന്നുള്ളതാണ്. പൂജ കഴിഞ്ഞിട്ട് മാത്രമേ തുളസി ചൂടാവുള്ളൂ. അപ്പൊ നേരിട്ട് തുളസിയിൽ നിന്ന് പറിച്ച് ക്ഷേത്രത്തിൽ കൊടുക്കാതെ, പൂജിക്കാതെ, വാങ്ങിക്കാതെ അത് ചൂടാൻ പാടില്ല. ഇനി ക്ഷേത്രത്തിൽ പോകാൻ പറ്റില്ലാത്ത അവസരമാണെങ്കിൽ നിങ്ങളുടെ പൂജാമുറിയിൽ അല്ലെങ്കിൽ നിങ്ങൾ പൂജിക്കുന്നിടത്ത്, വിളക്ക് കൊളുത്തുന്നിടത്ത് വിളക്കിന്റെ പാദത്തിൽ, അതായത് ഈശ്വരന്റെ പാദമായി അവിടെ സങ്കല്പിച്ചുകൊണ്ട് അവിടെ നിങ്ങൾ ചൂടാൻ ഉദ്ദേശിക്കുന്ന തുളസി ദളം അവിടെ സമർപ്പിക്കുക. ഏതെങ്കിലും ഭഗവാന്റെ, ശ്രീകൃഷ്ണ ഭഗവാന്റെയോ മറ്റ് ദേവീ ദേവന്മാരുടെയോ ഫോട്ടോയ്ക്ക് താഴെ ഈശ്വരന്റെ പാദമാണ് എന്ന് മനസ്സിൽ സ്മരിച്ചുകൊണ്ട് അവിടെ സമർപ്പിക്കുകയും
അവിടെ സമർപ്പിച്ചതിന് ശേഷം അത് പ്രസാദം സ്വീകരിക്കുന്നു എന്നുള്ള ചിന്തയോടുകൂടി ആ തുളസി പുഷ്പമെടുത്ത് ശിരസിലോ ചെവിപ്പുറകിലോ ചൂടാവുന്നതാണ്. അല്ലാതെ ചൂടാൻ നേരിട്ട് പാടില്ല. അപ്പൊ ഈ 3 കാര്യങ്ങളെ പ്രത്യേകം മനസ്സിൽ വെക്കുക. തളിച്ചു പറിക്കുക അഥവാ നനച്ചു പറിക്കുക, രണ്ടാമത് തളിച്ചു വയ്ക്കുക, മൂന്നാമത് പൂജിച്ച് ചൂടുക. ഇങ്ങനെ വിധിപൂർവകമായി ചെയ്യുമ്പോൾ മാത്രമേ ആത്മീയമായിട്ടുള്ള പൂർണ്ണ ഗുണം ലഭിക്കുകയുള്ളൂ. ഇതിന് വിരുദ്ധമായി ചെയ്താൽ അതിന് ഗുണമുണ്ടാകണമെന്നില്ല. പൂവിന്റെ ശുദ്ധി തളിക്കലിലാണ്, ആത്മാവിന്റെ തളിർക്കലും അതോടൊപ്പം ചേരുന്നതാണ്. ഈശ്വരവാദങ്ങളിൽ പൂജയാൽ പൂവ് ചേരുമ്പോൾ ഭക്തിയുടെ നിമിഷങ്ങൾ വർദ്ധിതമാകുന്നു. ഓം തുളസി ദേവിയേ നമഃ. തുളസി ദേവിയുടെ അനുഗ്രഹം നമുക്കേവർക്കും ലഭിക്കട്ടെ. ഹൃദയത്തിന്റെ ശുദ്ധിയും ആത്മാവിന്റെ തേജസ്സും തുളസിപ്പൂവിന്റെ സേവന മഹിമയും നമ്മളിലുള്ളിലേക്കും എത്തിച്ചേരട്ടെ. ജീവിതത്തിലെ എല്ലായിടത്തും സദാ ധർമ്മപദങ്ങളിൽ നമുക്ക് നിലകൊള്ളാൻ ഈ പവിത്ര പുഷ്പത്തിന്റെ സന്ദേശം നമ്മളിൽ പ്രബോധിതമാകട്ടെ. നമ്മുടെ ഹൃദയത്തിൽ ഭക്തിയുടെ ജ്വാല തെളിയട്ടെ. ആത്മാവ് ശാന്തിയിലേക്ക് നയിക്കപ്പെടട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കുക. ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വിഷയങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.